ഇനി ഈ ബജറ്റിനെ കുറിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പറഞ്ഞതുകൂടി നമുക്കൊന്ന് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഇത് അവഗണനയുടെ രാഷ്ട്രീയ രേഖയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നു തമിഴ്നാടെന്ന പേര് പോലും ബജറ്റിലെങ്ങുമില്ല എന്ന് പറയുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നു കർണാടക കിട്ടിയത് ഓട്ടപാത്രമാണ് എന്ന് പറയുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നു തെലങ്കാനയോട് കാണിച്ചത് ചതിയാണ് എന്ന് പറയുന്നു. BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പ്രസ്താവനകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇനി നീതിവിഹിതത്തിൻ്റെ കണക്കുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് നിലവിലുള്ള ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള നികുതിയുടെ വിഹിതം പോകാൻ പോകുന്നത്? ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന ഏത് സംസ്ഥാനമാണ്? പ്രേക്ഷകർക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഗ്രാഫ് ഒരു ECG പോലെ തന്നെ വ്യതിയാനമുള്ളതാണ്. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 17.93%. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്കായി നൽകുന്ന നികുതി വിതരണത്തിലെ 41%-ൽ 17.93% പോകുന്നത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിനാണ്. എന്നാൽ നോക്കൂ, കേരളത്തിൻ്റെ കണക്ക് 1.92%. അതായത് ഉത്തർപ്രദേശ് നികുതി വിഹിതത്തിൻ്റെ 17.93% സ്വന്തമാക്കുമ്പോൾ ബീഹാർ മൊത്തം നികുതി വിഹിതത്തിൻ്റെ 10.05% സ്വന്തമാക്കുമ്പോൾ മധ്യപ്രദേശ് 7.85%, മഹാരാഷ്ട്ര 6.31%, തമിഴ്നാട് 4.07% സ്വന്തമാക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് 1.92% മാത്രമാണ് നിലവിലുള്ള ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം. ഓർമ്മിക്കണം, ഇത് 2010 ധനകാര്യ കമ്മീഷന്റെ കണക്ക് പ്രകാരം 3.87% ആയിരുന്നതാണ് 1.925% ആകുന്നത്. ഇനി ഇത് നമ്മൾ തുകയായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ബഡ്ജറ്റ് വിഹിതം എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നോക്കൂ, ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന് 2,55,172.21 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുക. 2,55,172 കോടി. തൊട്ടു പിന്നിൽ ബീഹാറാണ് 1,43,069 കോടി. മധ്യപ്രദേശിന് 1,11,661 കോടി. ബംഗാളിന് 1,07,010 കോടി. മഹാരാഷ്ട്രയ്ക്ക് 89,855 കോടി. രാജസ്ഥാന് 85,716 കോടി. ഒഡീഷയ്ക്ക് 64,408 കോടി. തമിഴ്നാടിന് 58,021 കോടി. ആന്ധ്രാപ്രദേശിന് 57,566 കോടി. കേരളത്തിന് കേവലം 27,382.06 കോടി. ഉത്തർപ്രദേശിന് 2,55,172.21 കോടി. ഇതാണ് ബജറ്റ് വിഹിതത്തിലെ അനുപാതമില്ലായ്മ എന്നതാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ധനകാര്യ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വന്നാൽ മാത്രമേ ആ അനുപാതരഹിതമായ ഈ നികുതി വിതരണം തടയാൻ കഴിയൂ എന്നുള്ളതാണ് ധനകാര്യ വിദഗ്ധർ പറയുന്നത്.